ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ജോഗ്രഫിയാണ്. അതിനകത്ത് നമുക്ക് ഇന്ത്യയും വരും, വേൾഡും വരും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ചോദ്യം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചിട്ടുള്ളതാണ്. യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ഉത്തരം മനസ്സിലാവും. അപ്പോൾ ആ ചോദ്യം ഇതാണ്: വില്ലി വില്ലി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ട്രീ ഗ്രോൺ ഇൻ ടെമ്പറേറ്റ് റീജിയൻസ്. ടെമ്പറേറ്റ് റീജിയൻസിൽ വളരുന്ന ഒരു മരമാണ് വില്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? ശരിയല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വില്ലി എന്ന് പറയുന്നത് എ വിൻ ദാറ്റ് ബ്ലോസ് ഇൻ എ ഡെസേർട്ട്. മരുഭൂമിയിൽ കൂടി വീശി അടിക്കുന്ന കാറ്റാണ് വില്ലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? നമുക്കറിയാം, മരുഭൂമിയിൽ കൂടെ വീശി അടിക്കുന്ന അനേകം കാറ്റുകളുണ്ട്. ഇപ്പോൾ സഹാറയിൽ കൂടെ വീശി അടിക്കുന്ന ഹർമാട്ടനുണ്ട്. അതുപോലെ തന്നെ സഹാറയിൽ നിന്നും നമ്മുടെ യൂറോപ്പിൻ്റെ ഈ മെഡിറ്ററേനിയൻ കോസ്റ്റുകളിലേക്ക് വീശി അടിക്കുന്ന സിറോക്കോയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇൻഡോഗാഗ്നറ്റിക് പ്ലെയിൻസിന് മേളിൽ കൂടെയുള്ള ലൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡെസേർട്ടുകൾക്ക് മേളിൽ കൂടെ വീശി അടിക്കുന്ന ഒരു കാറ്റാണോ വില്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? അല്ല. വില്ലി എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടിന് മേളിൽ കൂടെ വീശി അടിക്കുന്ന കാറ്റല്ല. മൂന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് എ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓഫ് ദ നോർത്ത് വെസ്റ്റ് ഓസ്ട്രേലിയ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കുറേയധികം സൈക്ലോൺസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ അറ്റ്ലാന്റിക് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഹരിക്കെയിൻസ് ഉണ്ട്. വെസ്റ്റേൺ പസഫിക്കും സൗത്ത് ചൈന സീയും നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ടൈഫൂൺസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന ഒരു സൈക്ലോണാണ് എന്തെന്ന് പറയുന്നത് വില്ലീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യുന്നത് ടൈമോർ സീയിൽ നിന്നുമാണ്. ടൈമോർ സീയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയ്ക്ക് കാരണമാകുന്ന ഒരു സൈക്ലോണാണ് നമ്മുടെ വില്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. അടുത്തതും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കോണ്ടിനെൻറ്റ് വിത്ത് ഹയസ്റ്റ് മീൻ എലവേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മീൻ എലവേഷനുള്ള കോണ്ടിനെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ അന്റാർട്ടിക്ക, ദെൻ നോർത്ത് അമേരിക്ക, ദെൻ ഏഷ്യ, ദെൻ സൗത്ത് അമേരിക്ക. ഈ കോണ്ടിനെൻറ്റുകളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ്, ലോവസ്റ്റ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ് ഇങ്ങനെയുള്ള പോയിൻറ്റുകളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനകത്ത് വരുന്ന ഒന്നാണ് ഈ മീൻ എലവേഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മീൻ എലവേഷൻ കുറഞ്ഞ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതലുള്ള കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മീൻ എലവേഷൻ കുറഞ്ഞ കോണ്ടിനെൻ്റ് ഏതെന്നായിരിക്കും. ഏറ്റവും മീൻ എലവേഷൻ കുറഞ്ഞ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. വെറും 984 ഫീറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും മീൻ എലവേഷൻ കൂടിയ കോണ്ടിനെൻ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അന്റാർട്ടിക്കയാണ്. ഏകദേശം 7546 ഫീറ്റോളം അന്റാർട്ടിക്കയ്ക്ക് മീൻ എലവേഷനുണ്ട്. അപ്പം നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് റേഡിയോ വേവ്സ്? ട്രോപ്പോസ്ഫിയർ ആണോ? അല്ല. സ്ട്രാറ്റോസ്ഫിയർ ആണോ? അല്ല. മീസോസ്ഫിയർ ആണോ? അല്ല. ഉത്തരം എന്താണ്? അയണോസ്ഫിയർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു അവകാശവാദവും അതിനുള്ള കാരണമാണ്. ഒരു അസേഷനും ഒരു റീസണും ഉണ്ട്. അപ്പോൾ നമ്മുടെ അസേഷൻ എന്ന് പറയുന്നത് ഏരിയാസ് നിയർ ദ ഇക്വേറ്റർ റിസീവ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വർഷാകാലം മുഴുവനും മഴ ലഭിക്കുന്നതാണ്. അതിൻ്റെ റീസണായിട്ട് തന്നിട്ടുള്ളത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി കോസ് കൺവെൻഷണൽ റെയിൻ ഇൻ മോസ്റ്റ് ആഫ്റ്റർനൂൺസ് നിയർ ദി ഇക്വേറ്റർ. അതായത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉയർന്ന താപനിലയും ഉയർന്ന ഹ്യൂമിഡിറ്റിയും കാരണം ആഫ്റ്റർനൂൺസിൽ കൺവെൻഷൻ റെയിൻ ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ റീസൺ തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇക്വേറ്റർ എടുക്കുക, അല്ലെ ഭൂമധ്യരേഖയോട് 5 മുതൽ 10 ഡിഗ്രി സൗത്തിലേക്കും നോർത്തിലേക്കും സൗത്തിലേക്കുള്ള പ്രദേശങ്ങൾ എടുക്കുക എന്ന് വയ്ക്കുക. അപ്പോൾ ഈ പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റവും അധികം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇക്വേറ്ററിനോട് ഒരു 5 അല്ലെ 10 ഡിഗ്രി നോർത്തിലേക്കും സൗത്തിലേക്കും പോകുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു കൺവെൻഷൻ റെയിൻ ഉണ്ടാകാൻ വേണ്ട 2 കാര്യങ്ങളാണ്: ഒന്ന് സൂര്യപ്രകാശം, 2 ജലത്തിൻ്റെ സോഴ്സും.
നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അറിയാം, നമുക്കൊരു പക്ഷേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലത്തിൻ്റെ സോഴ്സ് കാണാൻ സാധിക്കുന്നത് ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും അവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കൺവെൻഷണൽ റെയിൻ ഉണ്ടാകാൻ വേണ്ട ജലത്തിൻ്റെ സോഴ്സും അവിടെയുണ്ട്, അതുപോലെ തന്നെ സൂര്യപ്രകാശമുണ്ട്. അങ്ങനെ ലഭിക്കുന്ന സൂര്യപ്രകാശം, അപ്പോൾ രാവിലെ പകൽ മുഴുവൻ ലഭിക്കുന്ന സൂര്യപ്രകാശം കാരണം എർത്തിൻ്റെ സർഫസ് ചൂടാവുകയും അല്ലെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന സർഫസ് ചൂടാവുകയും സ്വാഭാവികമായിട്ടും അവിടെ വാം എയർ റേസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതോടുകൂടെ തന്നെ അനേകം ജലകണികകളും ഇവാപ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. അങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തുകയും അവിടെ ചെന്നതിന് ശേഷം കണ്ടൻസ് ചെയ്തിട്ട് ക്യുമുലോനിംബസ് ക്ലൗഡുകൾ ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ക്യുമുലോനിംബസ് ക്ലൗഡുകൾ ഫോം ചെയ്യുകയും ആഫ്റ്റർനൂണിൽ മഴ പെയ്യുകയും ചെയ്യും. ഇങ്ങനെ പെയ്യുന്ന മഴയെ നമ്മൾ വിളിക്കുന്നതാണ് 4 o'clock റെയിൻഫോൾ എന്ന്. ബിക്കോസ് ഈ ഒരു മഴ ഉണ്ടാകാനുള്ള കാരണമെന്ന് ഈ ഒരു മഴ ഉണ്ടാകുന്നത് മോസ്റ്റ്ലി ഈ ഒരു 4 o'clock അല്ലെങ്കിൽ ആഫ്റ്റർനൂണിനോട് ചേർന്ന് കിടക്കുന്ന സമയങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ 4 o'clock റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എന്തുകൊണ്ടാണ് ഇത് ഈവനിങ് മാത്രം മഴ ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു, പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം വരുന്നു, നമ്മുടെ വാം എയർ റേസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കൂടെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇവാപ്രേറ്റഡ് ആകുന്ന ജലത്തെയും കൂടി കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വാം എയറിന് അത്യാവശ്യം നമ്മുടെ ജലകണികകളെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഈ വാം എയർ മുകളിലേക്ക് പോകും തോറും ഇത് കോൾഡ് എയർ ആയിട്ട് മാറും. പക്ഷേ കോൾഡ് എയറിന് അത്രയും ജലകണികകളെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ രാവിലെ മുതൽ നിരന്തരമായിട്ട് ജലകണികൾ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തും. അങ്ങനെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്തേക്കും അത് മഴയായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ അസേഷൻ, നമ്മുടെ അവകാശവാദവും ശരിയാണ്, നമ്മുടെ റീസണും ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ നമ്മുടെ ഉത്തരം എന്താണ്? എ ആണ്. എക്കകത്ത് പറയുന്നത് എന്താണ്? എ, അതായത് നമ്മുടെ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. എ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ റീസണാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്. അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്കൊരു അസേഷനും നമുക്കൊരു റീസണും തന്നിട്ടുണ്ട്. അസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവകാശവാദം എന്ന് പറയുന്നത്, മാംഗ്രൂവ്സ് ആർ വെരി സ്പെഷ്യലൈസ്ഡ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഓഫ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ബോർഡറിങ് സർട്ടൻ സീ കോസ്റ്റ്. അതായത് മാംഗ്രൂവ്സ്, നമ്മുടെ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. അത് കാണപ്പെടുന്നത് നമ്മുടെ ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ റീജിയൻസിലുമാണ്. ബോർഡറിങ് സർട്ടൻ സീ കോസ്റ്റ്, നമ്മുടെ ചില തീരപ്രദേശങ്ങളോട് ചേർന്നിട്ടാണ് ഇത് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഫോറസ്റ്റ് അല്ല എക്കോസിസ്റ്റം ആകാനുള്ള കാരണമാണ് റീസണിൽ പറയുന്നത്. റീസൺ പറയുന്നത്, ദേ സ്റ്റെബിലൈസ് ദ ഷോർ ലൈൻസ് ആൻഡ് ആക്ട് ആസ് എ ബുൾവാക്ക് എഗെയിൻസ്റ്റ് എൻക്രോച്ച്മെൻറ്റ് ബൈ ദ സീസ്. എൻക്രോച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യേറ്റം. എന്തിൻ്റെ? നമ്മുടെ കടലിൻ്റെ കയ്യേറ്റത്തിൽ നിന്നും നമ്മുടെ ഷോർ ലൈൻ, നമ്മുടെ തീരപ്രദേശങ്ങളെ ഒരു ബുൾവാക്ക് പോലെ സംരക്ഷിക്കുന്നു. ബുൾവാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്നു. ശരിയാണോ? ശരിയാണ്. നമ്മുടെ മാംഗ്രൂവ്സിനെ ഒരു സ്പെഷ്യൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കാനുള്ളത് നമ്മുടെ തീരപ്രദേശങ്ങൾ ഇത് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാംഗ്രൂവ്സിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഈ സാൾട്ട് വാട്ടർ ഉള്ള പ്രദേശങ്ങളിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അധികം പ്ലാന്റുകളൊന്നും സർവൈവ് ചെയ്തില്ല. എന്നാൽ നമ്മുടെ മാംഗ്രൂവ്സിൻ്റെ വേരുകൾക്ക് 90% സാൾട്ട് വാട്ടറും ഇതിൻ്റെ റൂട്ടുകളിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ വളരെ ലോ ഓക്സിജൻ കണ്ടൻ്റ് ഉള്ള, അതായത് മണ്ണിൽ വളരെ ലോ ഓക്സിജൻ കണ്ടൻ്റ് ഉള്ള പ്രദേശങ്ങളിലും സർവൈവ് ചെയ്യാനായിട്ട് നമ്മുടെ മാംഗ്രൂവ്സിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ എൻക്രോച്ച്മെൻറ്റിൽ നിന്നും തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത് കൊടുത്തേക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് നമ്മുടെ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്? നമുക്ക് വേറെ എന്തിലേക്കും പോകണ്ട. നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് എ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ദിവസം 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. കാരണം എക്സ്പ്ലനേഷൻ കൂടെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് 10 ക്വസ്റ്റിനോ 15 ക്വസ്റ്റിനോ 20 ക്വസ്റ്റിനോ വേണേൽ ചെയ്യാം. പക്ഷേ എക്സ്പ്ലനേഷൻ കൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 5 ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഒതുക്കുവാണ്. ബിക്കോസ് നിങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ എക്സ്പ്ലനേഷനിൽ നിന്ന് നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ഡെവൈവായിട്ട് വരും. ഇപ്പം ഞാൻ നേരത്തെ ഏറ്റവും കൂടുതൽ മീൻ ഇലവേഷനുള്ള കോണ്ടിനെൻ്റ് ഏതെന്ന് പറഞ്ഞുകൂടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും കുറവ് മീൻ ഇലവേഷനുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ സൈക്ലോൺസിൻ്റെ കാര്യം, ഇതേ ചോദ്യത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ചോദ്യത്തിൽ സൈക്ലോൺസ് പറഞ്ഞ കൂടെ തന്നെ
ഞാൻ അതിനകത്ത് വേറെ കുറച്ച് സൈക്ലോൺസ് അത് എവിടെ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് പറയുന്നതെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഡെവൈവ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഞാൻ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. സോ അപ്പോൾ എക്സ്പ്ലനേഷനോട് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ, ഈ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഉത്തരം എടുത്ത് പറഞ്ഞു പോകുന്നതിനേക്കാളും ടൈമും എടുക്കും, അത്രയും ചോദ്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് ഡെവൈവ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു 5 ചോദ്യം ചോദിക്കുമ്പോഴും അതിൽ നിന്നൊരു 15 ചോദ്യം ഡെവൈവ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ ഒരു സീരീസ് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ദിവസം 5 ക്വസ്റ്റ്യൻ മതി, കുറേ ആകുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ ആക്കിയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷന് വരുന്ന മറ്റനേകം അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുക. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ, ഇതുവരെ ആരും അങ്ങനെ പോരായ്മകൾ പറഞ്ഞ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം തോന്നണമെന്നുണ്ടെങ്കിലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളത് പറയുക കേട്ടോ. നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വരുന്നുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.